4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായീൽ, മഴ പെയ്യിക്കും മീകായിൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്രായീൽ. അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന 10 മലക്കിൻ്റെ പേരാണ്. 10 മലക്കിൻ്റെ പേരും അവരുടെ ജോലിയും അതിൻ്റെ പാട്ടും. അല്ലേ? 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ എന്ന് പാടിയ മോനെ. 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. അല്ല, എത്ര മലക്കിന്റെ? 10 മലക്കിന്. ഒന്നാമത്തെ മലക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പഠിക്കാം കേട്ടാ. 1 സയ്യിദിന ജിബ്രീൽ അലൈഹിസ്സലാം. എന്നെന്താണ്? നമ്മൾ ഏറ്റവും മുകളിൽ കേൾക്കുന്ന സയ്യിദിനായും അലൈഹിസ്സലാമും ഉണ്ട് കേട്ടോ. ഈ അലൈഹിസ്സലാം എന്ന് 2 കൂട്ടർക്കേ പറയത്തുള്ളൂ. ഒന്ന് ആർക്കാ പറയുന്നത്? പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയും. അതുപോലെ മലക്കളുടെ പേര് കേട്ടാൽ എന്തോ പറയും? ഇത് ഈ 2 വിഭാഗവും അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ്. ഏറ്റവും അള്ളാഹുമായിട്ട് അടുത്തവരാരാ? 2 കൂട്ടരാ. ഒന്ന് പ്രവാചകന്മാരും മലക്കളും. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അലൈഹിസ്സലാം പറയും. നമ്മൾ സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. അല്ലേ? മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നൊക്കെ പറയും. അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ രക്ഷ അവരുടെ മേലിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം അള്ളാഹു താല ബഹുമാനിച്ചവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അല്ലേ? നമ്മൾ സലാം പറയുമ്പോഴും ഒരു വ്യക്തിയെ കണ്ടാൽ പോലും നമ്മൾ എന്ത് പറയും? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ആ വ്യക്തിയുടെ കൂടെ എന്ത് അലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞ് ബഹുവചനം ഉപയോഗിക്കുന്നത്. അത്തഹിയ്യാത്തിൽ പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പറയുന്നൊരു സലാം ഉണ്ടല്ലോ. ഏതാണ്? അത്തഹിയ്യാത്ത് പറയുന്ന നബി മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക എന്ന് പറയും. അലൈക്കും എന്ന് പറയാറുണ്ടോ? ഇല്ല. അലൈക എന്ന് പറയുന്നത് നബിയെ മാത്രം. അതുപോലെ ഫാത്തിഹയിൽ പറയുന്ന പോലെ ഇയ്യാക്ക എന്ന് പറയുന്ന പോലെ. ഇയ്യാക്ക എന്ന് പറയാൻ അള്ളാഹുവിന് മാത്രം എന്നുള്ള. അവിടെയും പറയുന്ന നബിക്ക് മാത്രമുള്ള സലാമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്. അടുത്ത സലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി, നമുക്കും വേണ്ടിയുള്ളൊരു സലാം ഉണ്ട്. ആ തഹിയ്യാത്തിൽ പറയുന്നുണ്ട്. ഏതാണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് നമ്മൾ ആ സലാം പ്രത്യേകിച്ച് പഠിച്ചിരിക്കണം. എന്താണെന്നറിയോ? നമ്മളൊരു വിജനമായ സ്ഥലത്ത് ചെല്ലുക, ഒരു അടച്ചിട്ടേക്കുന്ന റൂമിലേക്ക് കടക്കുക, പ്രത്യേകിച്ച് പള്ളിയിലേക്ക് കടക്കുക. പള്ളിയിൽ കടക്കുമ്പോൾ സലാം പറഞ്ഞ് കയറണം. പക്ഷെ അവിടെ ആളില്ലെങ്കിൽ പറയേണ്ട സലാമാണ് എന്ത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത് നമുക്ക് സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയുള്ളൊരു സലാമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നെന്താണ്? 10 മലക്കിന്റെ പേരിൽ ഒന്നാമത്തെ മലക്കിന്റെ പേരെന്താണ്? നേതാവാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. ഈ ജിബ്രീൽ നമ്മൾ വേറൊരു പേരും പറയും, ജബ്രായീൽ എന്നും പറയും. എന്ത് പറയും? അതാണ് നമ്മൾ പറഞ്ഞത് 4 മലക്ക്